വളരെ ചെറിയ ഒരു നമ്മുടെ ഹാങ്ങിങ് പോട്ടിനകത്ത് ഒരു ചെറിയ മല്ലി കൃഷി. അതായത് ഞാൻ വലിയ കൃഷിയൊന്നും നടത്തിയതല്ല കേട്ടോ. ഇതിനകത്ത് കുറച്ച് മല്ലി ഞാൻ പാകി മുളപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന് മല്ലിയിലകൾ എടുത്തു. ബാക്കി കുറച്ച് നിന്നവയെ ഇങ്ങനെ അങ്ങ് നിലനിർത്തി. ചുമ്മാ നിൽക്കട്ടെ എന്ന് കരുതിയതാണ്. പക്ഷേ അവർ വളർന്ന് വലുതായി പൂക്കളും കായ്കളുമായി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ, നല്ല നിറച്ച് പൂക്കളായി. വളരെ ചെറിയൊരു സ്റ്റെമ്മാണ് ഇത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് ചെറിയ ചെറിയ പൂക്കളായി വന്ന് അതിന് ശേഷം നിറച്ച് കായ്കളായിട്ടുണ്ട്. ഇപ്പോൾ ഈ പൂത്ത പൂക്കളെല്ലാം കായ്കളായി എന്നുള്ളതാണ് ഒരത്ഭുതം. പല വലിപ്പത്തിലുള്ള കായ്കളുണ്ട് കേട്ടോ. ഇങ്ങ് നോക്കിക്കേ, ഇത് ഒരു ഘട്ടം, ഇത് മറുഘട്ടം, ഇത് അതിലും നമുക്ക് ആദ്യമായിട്ടുണ്ടായത് ഇതാണ്. ഇത് കണ്ടോ, അതുപോലെ അതിലും ചെറിയത്. അങ്ങനെ നിറച്ച് മല്ലി നമുക്ക് വീട്ടാവശ്യത്തിന് ഇങ്ങനെയും നമുക്ക് മല്ലി ഉണ്ടാക്കിയെടുക്കാമെന്ന് കൂടി ഞാനിതിലൂടെ പഠിച്ചു. പിന്നെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു അറിവ് കൂടിയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. മല്ലിയുടെ വളർച്ചാഘട്ടത്തിൽ ആദ്യം ഇതുപോലുള്ള നല്ല വലിയ ഇലകളാണെങ്കിൽ തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വളരെ ചെറിയ നേർത്ത ഇലകളായിട്ടാണ് അവർ വരുന്നതെന്നും ഇതുപോലെ നല്ല വെളുത്ത കുഞ്ഞു പൂക്കളോട് കൂടിയാണ് ഇത് പൂവാകുന്നതെന്നും ഇത് മൊട്ടായി വരുന്നത് ഇങ്ങനെയാണെന്നും അതുപോലെ പൂക്കൾ വിടർന്ന് പൂക്കളും കായ്കളുമാകുമ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ മല്ലി നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്നത് ഉണ്ടാകുന്നതെന്നും കുട്ടികൾക്ക് നല്ലൊരു സന്ദേശം നമുക്കിതിലൂടെ കൊടുക്കാനുമാകുന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു സന്തോഷം. അപ്പം എൻ്റെ ഈ ചെറിയ മല്ലിക്കൃഷി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക.